ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുർസസു ജന്നത്ത്. കഴിഞ്ഞ പ്രാവശ്യം എഗ്ലോണിമയുടെ മദർ പ്ലാന്റുകളായിരുന്നു ഞാൻ കാണിച്ചിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ചെറിയ തൈകൾ, നന്ന ചെറുതല്ല, ഒരു മീഡിയം സൈസും അതിൻ്റെ ചെറുതുമായിട്ടുള്ള തൈകൾ കാണിക്കുന്നുണ്ട്. ന്യൂ വെറൈറ്റീസ് തന്നെയാണ് അധികവും. അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണ് പിങ്ക് സുക്സോമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഇനി ഇതൊരു ഒരെണ്ണം തന്നെ ഉള്ളൂ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്, പിങ്ക് സുക്സോം. ഇത് വലിയ പ്ലാന്റാണ്, ചെറിയ തൈയൊന്നുമല്ല, വലിയ മദർ പ്ലാന്റാണ്. 350 ആണ് കേട്ടോ ഇതിന് റേറ്റ്. പിന്നെ ഉള്ളത് ട്രൈ കളറാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റാണ്, നല്ല കളറും ഉണ്ട്. 300 ആണ് ഇതിന് റേറ്റ്. പിന്നെ ഉള്ളത് ന്യൂ വെറൈറ്റിയിലുള്ള സെൻസ്റ്റാർ ആണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല പ്ലാന്റാണ് സെൻസ്റ്റാർ. 350 ആട്ടോ ഇതിന് റേറ്റ്. ഇതൊക്കെ അത്യാവശ്യം മീഡിയം സൈസ് പ്ലാന്റാണ്. മദർ പ്ലാന്റ് ഞാൻ പറയുന്നുണ്ട്, മദർ പ്ലാന്റ് ആണെങ്കിൽ. ഇത് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഈ ഓറഞ്ച് സ്റ്റാർഡസ്റ്റിന് മുൻപൊക്കെ എഗ്ലോണിമ ലവേഴ്സിന് കൂടുതൽ കളക്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും. ഇതിന് നല്ല റേറ്റുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. 3000 4000 അത്രയൊക്കെ ആയിരുന്നു ഒരുപാട് മുന്നേ ഇതിൻ്റെ റേറ്റ്. ഇപ്പോൾ ഇത് അതിലും കുറഞ്ഞിട്ടൊക്കെ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് 1500 റുപ്യാണ് ഈ ഒരു മദർ പ്ലാന്റിന് റേറ്റ്. നല്ല ഭംഗിയുള്ള വലിയ പ്ലാന്റാണ് കേട്ടോ, ചെറുതല്ല. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ്. ഒരു പുതിയ ന്യൂ വെറൈറ്റിയാണ്, റയറിൽ പെട്ട ഒരു റയർ വെറൈറ്റിയാണ് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ്. പിന്നുള്ളത് പനാമയാണ്. പനാമയിൽ ഇതുപോലെ റെഡ് പനാമ കൂടുതലായിട്ട് അവൈലബിൾ ആണ് ഇപ്പോൾ. പക്ഷേ പീച്ച് പിങ്കൊക്കെ ഇപ്പോഴും അങ്ങനെ ലഭ്യമല്ല, അതുകൊണ്ട് തന്നെ അതിന് റേറ്റും ഉണ്ട്. അതിൽ പീച്ച് പനാമൻ്റെ ഒരു പിന്നെ വലിയ മദർ പ്ലാന്റ് എങ്കിലും ഒരു മീഡിയം സൈസ് പ്ലാന്റ് ഉണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. 400 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. വലിയ പ്ലാന്റാണ്, ചെറുതല്ല. ഇതിൻ്റെ ചെറുതുണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നെ റെഡ് പനാമൻ്റെ കുറേ ചെറിയ സൈസ് പ്ലാന്റുകളുണ്ട്. 200 ആണ് കേട്ടോ ഇതിന് റേറ്റ്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് റെഡ് പനാമ. പിന്നെ ഉള്ളത് മഹാശട്ടിയാണ്. ഈ അഗ്ലോണിമ ലവേഴ്സ് നമുക്കറിയാം, അധികവും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റിൽ പെട്ടെന്നാണ് ഇതൊക്കെ. എപ്പോഴും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ് മഹാശട്ടി. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. 400 ആണ് ഇതിന് റേറ്റ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് മഹാശട്ടി. ഇതും ചെറുതല്ല കേട്ടോ, വലിയ പ്ലാന്റാണ്. ഇത് ചെറിയ തൈകളൊന്നുമില്ല, ഈ സൈസ് തന്നെ ഉള്ളൂ. പിന്നെ ഉള്ളത് ലക്സബാണ്. ലക്സബ് നമുക്കറിയാം നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ്, അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഇതും. പിന്നെ 250 ആണ് കേട്ടോ ഇതിന് റേറ്റ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ലക്സബ്. കണ്ടില്ലേ, ലീഫിൻ്റെ പാറ്റേണും നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ്. ബുഷി ആയിട്ട് തന്നെ ഉണ്ടാവും ചെയ്യും. ലീഫ് കണ്ടില്ലേ, ബുഷി ആയിട്ട് ഉണ്ടാവും ഇത്. പിന്നെ ഉള്ളത് സൺ റയർ എന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിക്കാം. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. പിന്നെ സെയിലിനായിട്ട് നമ്മൾ ഇറക്കുമ്പോൾ ചിലതൊന്നും എനിക്ക് കൊടുക്കാൻ തന്നെ തോന്നില്ല, കാരണം ഇതിൻ്റെ ഭംഗി കാരണം. പിന്നെ നല്ല അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിങ്ങനെ ബുഷിയായി നിൽക്കുമ്പോൾ ഇത് വലിയ ബിഗ് മദർ പ്ലാന്റാണ്. 2-3 ഷൂട്ടൊക്കെ ഉള്ള വലിയ പ്ലാന്റാണ്. പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും തരും, പക്ഷേ റേറ്റ് ആവുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു മീഡിയം സൈസാണ് ഞാനിതാ ഇപ്പം കാണിച്ചത് കേട്ടോ. 350 ആണ് ഇതിന് റേറ്റ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. വലിയ ലീഫുമാണ്, ഒരു പ്രത്യേക കളറുമാണ്. നമുക്ക് എന്ത് കളറെന്ന് പറയാൻ പറ്റാത്തൊരു കളറാണ്, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പിന്നെ ഉള്ളത് കോബ്രയാണ്. കോബ്രയും നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രീൻ വെറൈറ്റിയിൽ എഗ്ലോണിമ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കോബ്ര ആയിരിക്കും. കാരണം അതിൻ്റെ ലീഫിനുള്ള പാറ്റേൺ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. കാരണം വെച്ചാൽ ഇതാ ഇങ്ങനെ റൗണ്ട് ലീഫിൽ വന്നിട്ട് നടുവിലൊരു ക്രീമും ഗ്രീനും ആയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. ബുഷായി നിൽക്കുന്ന പ്ലാന്റാണ്. ഇത് കുറച്ച് വലിയ പ്ലാന്റാണ് കേട്ടോ. 300 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ ചെറുതുണ്ട് കേട്ടോ, 250 എല്ലാം ഉണ്ട്. ഇതും കോബ്ര തന്നെയാണ്. പിന്നെ ഉള്ളത് പീച്ചാണ് കേട്ടോ. റെഡും പീച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കായിട്ട് പ്രത്യേകം കാണിക്കാൻ പീച്ച് വെറൈറ്റിയാണിത്. 350 ആട്ടോ ഇതിന് റേറ്റ്. വലിയ പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള, കണ്ടില്ലേ കളർ തന്നെ കണ്ടില്ല, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്
പീച്ച് വലിയ പ്ലാന്റാണ് അതും. പിന്നെ ഉള്ളത് കഴിഞ്ഞ വീഡിയോ മുന്നത്തെ വീഡിയോ തൊട്ട് മുന്നത്തെ അല്ല അതിൻ്റെ മുന്നത്തെ ന്യൂ വെറൈറ്റി അഗ്ലോണിമ എന്നുള്ള ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഗോൾഡൻ ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. റയറിൽ പെട്ട ഒരു റയറാണ്. അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ മദർ പ്ലാന്റ് കാണുമ്പോൾ മനസ്സിലാവുള്ളത് അതിൻ്റെ ഒരു തൈയാണ് കേട്ടോ അത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഗോൾഡൻ ഏഞ്ചൽ. 450 ആണ് കേട്ടോ ഇതിന് റേറ്റ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണത്. അതിൻ്റെ വലിയ ബിഗ് മദർ പ്ലാന്റ് അവൈലബിൾ ആണ്. അതിന് 1200 ഒക്കെയാണ് റേറ്റ്. മുന്നത്തെ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ലെക്സബാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചു. പിന്നെ റെഡ് എമറാൾഡാണ്. നല്ല ഭംഗിയുള്ള റെഡ് വെറൈറ്റിയിൽ വരുന്നൊരു പ്ലാന്റാണിത്. ഇത് 200 ആണ്. ഇതിൻ്റെ 70 മുതൽ അവൈലബിൾ ആണ് കേട്ടോ പ്ലാന്റുകൾ. തൈകളുണ്ട് ഇതിൻ്റെ 80, 70 ഒക്കെ തൈകളുണ്ട്. 150 അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് ഇത്. ലെക്സബിൻ്റെ 200 തൈകളാട്ടോ ഇതൊക്കെ. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ്. പിന്നുള്ളത് വേറൊരു പീച്ച് വെറൈറ്റിയാണ്. നമ്മൾ റെഡ് അഞ്ചുമൻ എന്നെല്ലാം പറയില്ലേ, അഞ്ചുമനിൽ പെട്ട അതുപോലൊരു വെറൈറ്റിയാണിത്. ഒരു പീച്ചും പിങ്കും എല്ലാം കൂടി കളർന്നുള്ള, കൂടുതലും പീച്ചാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. 300 ആട്ടോ ഇനി റേറ്റ്. പിന്നെ നമ്മളെ ഞാൻ പറഞ്ഞില്ലേ പീച്ച് പനാമൻ്റെ ചെറിയ സൈസ് ഉണ്ട് എന്നുള്ളത്, അതാണിത്. 300 ആണ് കേട്ടോ ഇനി റേറ്റ്. അല്ല സോറി 350 ആണ് റേറ്റ്. ഇന്ത്യയും ചെറുതുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പീച്ച് പനാമ. ഇതിൻ്റെ പിങ്കു അവൈലബിൾ ആണ് കേട്ടോ. പിങ്ക് പിന്നെ ചെറിയ തൈയില്ല അതിൻ്റെ ഉണ്ട്. പിന്നെ സ്റ്റാർ ഡസ്റ്റിൻ്റെ നേരത്തെ കാണിച്ചില്ല, ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റ്. അതിൻ്റെ 1500 തൊട്ട് താഴെയുള്ള പ്ലാന്റാണിത്. 1000 റുപ്പീസാണ് ഇതിന്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. സ്റ്റാർ ഡസ്റ്റ്, ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റ് ആട്ടോ. പിന്നെ ജയ്പോങ് റെഡ് ആണ് 300ൻ്റെ ഫുൾ റെഡിൽ വരുന്നൊരു പ്ലാന്റാണ് ജയ്പോങ് റെഡ്. പിന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു സൺഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ മഹാശക്തി വലിയ മദർ പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെയുണ്ട്. 2 ഷൂട്ടുള്ള പ്ലാന്റാണിത്. വലിയ മദർ പ്ലാന്റാണ്. പിന്നെ ഉള്ളത് സെക്സീലിയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് സെക്സീലിയ. ഈ ഒരു പിങ്കിലേക്ക് വരുന്നതാണ് ലീഫെല്ലാം കണ്ടില്ലേ. ഇങ്ങനെ മെച്ചേർഡ് ആവുന്നതിനനുസരിച്ച് ഈ ഒരു പിങ്ക് വരും. ഒരു ലൈറ്റ് നല്ലൊരു കളറുള്ള പിങ്കാണത്. സെക്സീലിയാണ് 350ൻ്റെ. പിന്നെ സൂപ്പർ വൈറ്റ് ഉണ്ട് 300 ആണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. പിന്നെ അത് ഞാൻ നേരത്തെ കാണിച്ച് സൺറയറിൻ്റെ വലിയ പ്ലാന്റാണ്. അപ്പോൾ മദർ പ്ലാന്റ് ആവശ്യമുള്ളവർ അങ്ങനെ ചോദിക്കുക. അല്ലാതെ നിങ്ങൾക്ക് എത്ര റേറ്റിൻ്റെ പ്ലാന്റ് ആണ് ആവശ്യമുള്ളതെങ്കിൽ അങ്ങനെ ചോദിക്കുക. മീഡിയം സൈസ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ വാട്സപ്പ് ചെയ്താൽ മതി. മീഡിയം സൈസ് ആണ് ആവശ്യമുള്ളത്. ഇത് ബോക്സറാണ് 150ൻ്റെ ബോക്സർ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. അതുപോലെ ഇത് റെഡ് സ്റ്റാർ ഡസ്റ്റ് ആട്ടോ. ഇത് വലിയ മദർ പ്ലാന്റ് ആണ്. 2 ഷൂട്ടെല്ലാം ഉള്ള. പിന്നെ ഇത് അതിൻ്റെ മീഡിയം സൈസ് കേട്ടോ 350. കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് റെഡ് സ്റ്റാർ ഡസ്റ്റ്. അതിൻ്റെതാണ് നമ്മളിപ്പോൾ ഓറഞ്ച് കാണിച്ചത്. റെഡ് പിന്നെ സാധാരണ ഉള്ള പ്ലാന്റാണ്, എന്നാലും നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു റെഡ് ഫുള്ളും വന്നാൽ മതി. ഇത് ഫുള്ളായിട്ട് ഈ ഓറഞ്ച് വരും. അതുകൊണ്ടാണ് ആ പ്ലാന്റിന് അത്രയും റേറ്റും ഉള്ളത്, ഓറഞ്ച് കളറിലേക്ക്. പിന്നെ ഉള്ളത് ലെഗസിയിൽ പെട്ടൊരു റെയർ വെറൈറ്റിയാണ് ഗ്രീൻ ലെഗസിയ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത്. 600 ആണ് കേട്ടോ ഇതിന് റേറ്റ്. പിന്നെ നൈറ്റ് സ്പാർക്ലിംഗ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ഇതാണ് മദർ പ്ലാന്റ്. ഇതിനെക്കാട്ടിയും ബുഷിയായിട്ട് നെക്സ്റ്റ് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തയ്യാട്ടത് അല്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. 250ൻ്റെ തയ്യാണിത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് നൈറ്റ് സ്പാർക്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പിങ്ക് ലെഗസിയാണ്. ഇതിന് 380 ആണ്. ഒരു ബേബി ഷൂട്ടൊക്കെ ഉണ്ട് ഇതിന്. ഉണ്ടല്ലേ, ബേബി ഷൂട്ടൊക്കെ ഉണ്ട്. പിങ്ക് ലെഗസി. പിന്നെ സ്റ്റാർ ഡസ്റ്റിൻ്റെ റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള 300 റേറ്റുള്ള പ്ലാന്റ് ആട്ടത്. പിന്നെ പോത്തോങ് എന്ന് പറഞ്ഞൊരു ന്യൂ വെറൈറ്റി ആട്ടോ. അതിൻ്റെ ഒരു തൈയുണ്ട് 250ൻ്റെ. പിന്നെ മർലിൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആട്ടോ. അത്
ഇത് 300 ആണ്. ഇതിൻ്റെ 250ൻ്റെ പ്ലാന്റും അവൈലബിൾ ആണ്. ഇത് കലാത്തിയ വെറൈറ്റി ആണ്. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് എഗ്ലോണിമ പ്ലാന്റ് മാത്രമല്ല ഉള്ളത്, കലാത്തിയ, ബിഗോണിയ, ഫിലോഡൻഡൻ വെറൈറ്റി, എപ്പീഷ്യ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കാണിക്കാറില്ല, എഗ്ലോണിമാണ് അധികം കാണിക്കൽ. അപ്പോൾ ആവശ്യമുള്ളവർ പിന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. കലാത്തിയൻ്റെ കോംബോ ഉണ്ട്, 780ക്ക് 10 പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എപ്പീഷ്യ ഉണ്ട് 10 വെറൈറ്റിക്ക് 350. അതുപോലെ ബിഗോണിയ ഉണ്ട് പിന്നെ 10 വെറൈറ്റിക്ക് 580 ആയിട്ട്. ഒരു പ്ലാന്റിന് 60 റുപ്പീസൊക്കെ വരുള്ളൂ ബിഗോണിയ. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ഉള്ളത് റെഡ് സർക്കൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. റെഡ് വെറൈറ്റിയിൽ വരുന്നതാണ്. 300 ആണ് ഇതിന് റേറ്റ്. വലിയ പ്ലാന്റ് കേട്ടോ, അതാ വലിയ മദർ പ്ലാന്റാണ്. പിന്നെ ഉള്ളത് പിങ്ക് സുപ്തോൻ്റെ നല്ല സൈസുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ്, കണ്ടില്ലേ? ഞാനിവിടെ കളക്ഷനിൽ വെച്ചതാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പിങ്ക് സുക്സം. മദർ പ്ലാന്റ് ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. പിന്നെ അതുപോലെ കോബ്രേൻ്റെ വലിയ മദർ പ്ലാന്റാണിത്. ഇത് ഐഡിയ അറിയില്ല, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു പിസ്തപ്പച്ച കളറിൽ വന്നിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് കേട്ടോ അത്. ഇങ്ങനെ തൈകളൊന്നുമില്ല, ഈ ഒരു വലിയ പ്ലാന്റ് തന്നെ ഉള്ളൂ. പിന്നെ 10 ക്യാരറ്റ് ഉണ്ട്. അതിൻ്റെ പല സൈസ് ഉണ്ട് കേട്ടോ. 150, 200, 250 അങ്ങനെ പല സൈസുള്ള പ്ലാന്റുകളും ഉണ്ട് കേട്ടോ 10 ക്യാരറ്റിൻ്റെ. ഇനി നിങ്ങൾക്ക് ബിഗ് മദർ പ്ലാന്റ് ആണ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും ആവശ്യപ്പെടാം. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഗ്രീൻ പപ്പായൻ്റെ തൈകളുണ്ട്. അപ്പം ആവശ്യമുള്ളവർ നിങ്ങൾ ഏത് പ്ലാന്റാണ് വേണ്ടതെന്നുള്ളത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ബിഗോണിയ, എപ്പീഷ്യ, ഫിലോഡൻഡൻ അല്ല എഗ്ലോണിമ ആണെങ്കിൽ എഗ്ലോണിമ. പിന്നെ കലേഡിയം വെറൈറ്റീസും ഉണ്ട്. അതൊന്നും കൂടുതലില്ല, കുറച്ച് കളക്ഷനേ ഉള്ളൂ എൻ്റെ അടുത്ത്. വിൽപ്പനക്കും കുറച്ചേ ഉള്ളൂ. എഗ്ലോണിമ ആണ് ഇത്രയധികം വെറൈറ്റികൾ ഞാൻ സെയിൽ ചെയ്യാറുള്ളത്. അപ്പം ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.